മസ്കറ്റിൽ നിന്നും രാവിലെ 7:35 കണ്ണൂരിലേക്ക് പുറപ്പെടേണ്ട IX 712 വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം യാത്രക്കാരിൽ പലരും അറിയുന്നത്. സോഹാർ, നിസ്വ, ബുറൈമി തുടങ്ങിയ ദൂരസ്ഥലങ്ങളിൽ നിന്നും മണിക്കൂറുകൾ യാത്ര ചെയ്താണ് യാത്രക്കാരിൽ പലരും വിമാനത്താവളത്തിലെത്തിയത്. ചില ട്രാവൽ ഏജന്റുമാരുടെ സഹായത്തോടെ മറ്റു വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് പോയി. അതേസമയം ഇന്നലെ രാത്രി 11:05 കോഴിക്കോട് നിന്നും പുറപ്പെടേണ്ടിയിരുന്ന മസ്കറ്റ് വിമാനം രാവിലെ 8:30 യാത്ര തിരിച്ചത്. രാവിലെ 7:45 കൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കിയത് 3 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ അതും ക്യാൻസൽ ആക്കി. അതിനുശേഷം ഇപ്പോൾ 11:30 ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഞാനടക്കം കണ്ണൂരുകാരും മറ്റു ജില്ലക്കാരൊക്കെ ഇരിക്കുന്നത്. അത് പ്രായമുണ്ട്, പിന്നെ വീടുകളിൽ മരണം സംഭവിച്ചിട്ട് പോകുന്നവരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ എടുത്ത ടിക്കറ്റാണ് ഇന്ന് രാവിലത്തെ കണ്ണൂർ ടിക്കറ്റ്. അത് ക്യാൻസലായി എന്നുള്ള വിവരം രാത്രി 9 മണിക്ക് അറിയിച്ചു. അത് ക്യാൻസലാക്കിയിട്ട് കോഴിക്കോട്ടേക്ക് എടുത്തിട്ട് അത് ക്യൂവിൽ നിന്ന് ഒരു 12 മണിയായ സമയത്ത് പറഞ്ഞ് അതും ക്യാൻസലാണ്. കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്കുള്ള വിമാനം വൈകിയതിനാലാണ് തിരിച്ചുള്ള വിമാനവും വൈകിയത്. രോഗികളും കുട്ടികളും സ്ത്രീകളും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടിയിരുന്നവരുമെല്ലാം ഇതോടെ ദുരിതത്തിലായി. ഓണം ആഘോഷിക്കാൻ നാട്ടിൽ പോകുന്നവർക്കും വിമാനം വൈകുന്നത് തിരിച്ചടിയായി. ഓപ്പറേഷൻ റീസൺ എന്ന് മാത്രമാണ് കമ്പനിയുടെ വിശദീകരണം. യാത്രക്കാരുടെ അവകാശം സംരക്ഷിക്കാനുള്ള മാർഗരേഖ കഴിഞ്ഞയിടെയാണ് ഒമാൻ പുറത്തിറക്കിയത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.